പലയിടത്തും മത്സ്യം വാങ്ങാൻ ആളില്ല. കടൽ മത്സ്യം കഴിച്ചാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് വ്യാജ വാർത്തകൾ പലയിടത്തും പ്രചരിക്കുന്നു. ഇതുമൂലം കടൽ മത്സ്യം കഴിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. പലരും നാടൻ മത്സ്യമാണ് ധാരാളമായി വാങ്ങി കഴിക്കുന്നത്. എന്നാൽ നാടൻ മത്സ്യത്തിൻ്റെ വില വളരെ കൂടുതലുമാണ് താനും. കടൽ മത്സ്യത്തിന് വാങ്ങി കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞതോടെ മത്സ്യബന്ധന മേഖല ആകെ സ്തംഭിച്ച മട്ടാണ്. ഒട്ടേറെ പേർ തിങ്ങിപ്പാർക്കുന്ന പല ബന്ധന മേഖലകളിലും അവരുടെ ജീവിതം വളരെ കഷ്ടാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളമായി മീൻ എടുത്തിരുന്ന പലരും ഇന്ന് മീനിൻ്റെ അളവ് വളരെ കുറച്ച്. പലയിടത്തും മത്സ്യം വേണ്ട വിധത്തിൽ വാങ്ങാൻ പലർക്കും താല്പര്യമില്ല. തന്നെയുമല്ല, ഈ മത്സ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കപ്പൽ അപകടങ്ങളുണ്ടായി. വിഴിഞ്ഞത്ത് ഒരു കപ്പൽ കടലിൽ മുങ്ങുകയും ധാരാളം കണ്ടെയ്നറുകൾ കടലിൽ പോവുകയും ചെയ്തു. അതേ തുടർന്നുണ്ടായ ഭയാശങ്കകൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോടിനടുത്ത് ഒരു കപ്പലിന് തീപിടിക്കുകയും അതിൽ നിന്ന് വിഷാംശമുണ്ടെന്ന് കരുതുന്ന ധാരാളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും ചെയ്തത്. ഇതൊക്കെ മൂലം പലരും കടൽ മത്സ്യം വാങ്ങണ്ട എന്ന തീരുമാനത്തിലാണ്. പലർക്കും കടൽ മത്സ്യം വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന രീതിയിൽ പല വാർത്തകളും പലയിടത്തും പ്രചരിക്കുന്നു. ഈ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമിലുമൊക്കെ ആളുകൾ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നു. സർക്കാരിൻ്റെയോ അതുപോലെ ആരോഗ്യ വിദഗ്ധരുടെയോ വാക്കുകളല്ല പലരും കേൾക്കുന്നത്. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവർ ഏറ്റുപിടിക്കുക, ഇങ്ങനൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു മേഖലയെ തന്നെ വല്ലാതെ തകർക്കുന്ന ഒരു നിലപാടിലേക്കാണ് പലരും തങ്ങളുടെ വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. ഒട്ടേറെ പേർ അവരുടെ ജീവിത ഉപാധിയായി കാണുന്ന മത്സ്യബന്ധന മേഖല, അവിടെ ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ വൃദ്ധജനങ്ങൾ വരെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഉപജീവന മാർഗമാണത്. ആ മേഖലയെ തകർക്കുന്ന അവരുടെ ജീവിതം ഏറെ ദുസ്സഹമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരും അതുപോലെ മറ്റ് സംഘടനകളുമൊക്കെ വേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ മത്സ്യബന്ധന മേഖലയുടെ വലിയൊരു തകർച്ചയ്ക്ക് ഈ സംഭവം കാരണമാകും. കടൽ മത്സ്യം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുറയുന്നത് ആ മേഖലയെ ആശ്രയിച്ച് കഴിഞ്ഞ ഒട്ടേറെ പേരുടെ ജീവിതമാണ് ദുസ്സഹകരമാക്കി മാറ്റുന്നത്. ഇതിനൊരു പോംവഴി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തുനിന്നും ഈ മത്സ്യബന്ധന മേഖലയെ തകർക്കാൻ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇത് മത്സ്യം കഴിക്കാൻ പറ്റുന്നതാണ് എന്ന രീതിയിൽ നല്ല ബോധവൽക്കരണം സാധാരണ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് പോംവഴി ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തായാലും ഒരു ജനതയുടെ ഉപജീവന മാർഗത്തെ തകർക്കാൻ ഒരു കാര്യം